ഹലോ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം എല്ലാവരും NIOSന്റെ ഒക്ടോബർ ബാച്ച് എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയോ? തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. നമ്മുടെ എക്സാമിങ് അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, എത്ര മാർക്കിനാണ് എക്സാം ഉള്ളത്, ഏതൊക്കെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കൂടിയിട്ടാണ് മിസ് ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് 10th NIOS സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അതിന്റെ കോഡ് വരുന്നത് 212 ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചേ, നമ്മുടെ എക്സാമിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 85 ആണ്. എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ എഴുതണം? 2.5 hours കൊണ്ട് നമ്മൾ എക്സാം ഫിനിഷ് ചെയ്യണം. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 85 ആണ്. 85ന്റെ 33% ആണ് നമ്മൾ പാസ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ NIOSന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ 43 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എല്ലാം കമ്പൽസറി ആണ്. ഓക്കെ, അപ്പം 43 ക്വസ്റ്റ്യൻസ് ആണ്, കമ്പൽസറി ആണ്. ഇനി നോക്കിക്കേ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. സെക്ഷൻ എയില് ക്വസ്റ്റ്യൻ നമ്പർ 1 to 17 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്താ മക്കളെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 4 ഓപ്ഷൻസ് തരും. അതിൽ ഏതാണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് നമ്മൾ എടുത്തെഴുതുകയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1 to 17 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് എത്രയാണ്? 1 മാർക്ക് ഈച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 18 to 28 എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിക്കോട്ടെ, മാച്ച് ദി ഫോളോയിങ് ആയിക്കോട്ടെ, ട്രൂ ഓർ ഫോൾസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് എഴുതുന്നതായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 18 to 27 എന്ന് പറയുന്നത് എന്താ? 28 എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായോ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ ഒന്ന് സെക്ഷൻ എന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? ഒരു ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനെന്താ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതാണോ കറക്റ്റ് അതാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അതിന് എത്ര മാർക്കാണ്? 1 മാർക്ക്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇതിൽ തന്നെ എന്താ ക്വസ്റ്റ്യൻ നമ്പർ 18 to 17 എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 18 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യനിൽ കോളം 1 തന്നിട്ടുണ്ട്, കോളം 2 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാച്ച് ചെയ്യാനാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ 1 into 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അതെന്തായിരിക്കും 1 into 2 എന്ന് പറയുന്നത്? ഇവിടെ നോക്കിക്കേ, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരിക്കാം, പക്ഷെ അതിന് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അപ്പൊ സബ് ക്വസ്റ്റ്യൻസിന് വെച്ചിട്ടാണ് അവര് മാർക്ക് ഇടുന്നത്. നമ്മൾ ഓരോ ചോദ്യത്തിന്റെ സൈഡിലും അതിന്റെ മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ എന്താണ് മാച്ച് ദി ഫോളോയിങ് കണ്ടു. അത് കഴിഞ്ഞ് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്. 20th ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, ട്രൂ ഓർ ഫോൾസ് ആണല്ലേ? അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കണ്ടു. ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെങ്കിലോ, സെക്ഷൻ ബിയിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? പറഞ്ഞോ? ഇല്ല. സെക്ഷൻ ബിയിൽ 3 സബായിട്ടാണ് വരുന്നത്. അതായത് ഷോർട്ട് ആൻസർ വരാം, വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ്. നമ്മൾ സെക്ഷൻ എയിൽ മൾട്ടിപ്പിൾ ചോയ്സും ഒബ്ജക്റ്റീവും പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ബിയിൽ വരുന്നതാണ് ഈ 3 ടൈപ്പ്. എല്ലാം കൂടെ കേട്ടിട്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. സെക്ഷൻ ബിയിൽ വരണേല് ക്വസ്റ്റ്യൻ നമ്പർ 29 to 34 എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ആണ്. അതിന് 2 മാർക്കാണ്. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻ ബി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ മാർക്ക് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം.
അതായത് മാർക്കിനനുസരിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 5 മാർക്കിനുണ്ട്, ഇവിടെ 3 മാർക്കിനുണ്ട്, 2 മാർക്കിനുണ്ട്. അപ്പം 3 മാർക്കുണ്ട്, 5 മാർക്കുണ്ട്, 2 മാർക്കുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരേപോലെ എഴുതി വെച്ചാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം ഓരോ ക്വസ്റ്റ്യൻസിനും എത്രയാണോ മാർക്ക് അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ വെരി ഷോർട്ട് ആൻസറും ഉണ്ട്, ലോങ് ആൻസറും ഉണ്ട്. അപ്പം 29 to 34 എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസർ ആണ്. 35 to 41 എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആണ്. 42 to 43 എന്ന് പറയുന്നത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ 43 ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ പാറ്റേണിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്ഷൻ ബിയിലെ ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കാലോ. നമ്മൾ അതുപോലെ സെക്ഷൻ എയിൽ പാസേജ് റീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒബ്ജക്റ്റീവ് ടൈപ്പില്. നോക്കിക്കേ, ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 21 എന്ന് പറയുന്നത് പാസേജ് വായിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. നോക്കിക്കേ, 1, 2 എന്ന് പറഞ്ഞിട്ട് 2 ചോദ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് പോവാണെങ്കിലോ, നോക്കിക്കേ, ഇവിടെ സെക്ഷൻ ബിയിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച് എന്ന് പറഞ്ഞിട്ട് 2 മാർക്സിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ 4 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറി ആണെങ്കിൽ കൂടെ ഇവിടെ എന്താണ്, ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 30th ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2 മാർക്കിൻ്റെത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിലും അതിന്റെ മാർക്കിംഗ് സ്കീം സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ഇതാ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡ്രോ ദ റേ ഡയഗ്രാം. ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികവും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് 5 മാർക്കിംഗ് പാറ്റേൺ വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരണേന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്? 85 മാർക്കിനാണ് എഴുതേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. 43 ക്വസ്റ്റ്യൻസ് ആണ് വരണേന്നൊക്കെ ഉള്ളത് മനസ്സിലായില്ലേ ഇപ്പോഴ്? അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരണേന്നുള്ളതോ, ഏതൊക്കെ പോർഷൻസ് പഠിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഡൗട്ട്സ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ആപ്പ് വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവ് ഒക്കെ വരുന്നുണ്ട്, ഇനി റെക്കോർഡിങ്സ് വരുന്നുണ്ട്, സൂം ലൈവ് വരുന്നുണ്ട്. ഇതൊക്കെ മുടങ്ങാതെ ഇരുന്ന് കാണണം കേട്ടോ. അതുപോലെ നിങ്ങൾ പുതിയതായിട്ട് നമ്മുടെ ടർബോ ക്രാഷ് കോഴ്സ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.